നമസ്കാരം, എല്ലാവരും ഉഷാറല്ലേ? നമ്മളവിടെ തകർത്തോണ്ടിരിക്കട്ടാ. ഇന്നത്തെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇന്ന് ഞോഞ്ഞിയുടെ പിറന്നാളിന്റെ തലേ ദിവസമാണ്. ഒരു കോപ്പിറൈറ്റ് ഒരു ടൈപ്പ് പാട്ട്. നാളെ ഒരു വർക്കിംഗ് ഡേ ആണ്. അത് കാരണം നമുക്ക് ആഘോഷങ്ങളും കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പൊ നമ്മൾ വിചാരിച്ചു ഇന്ന് വൈകുന്നേരം തൊട്ടിട്ട് ഞോഞ്ഞിയുടെ ആഘോഷം തുടങ്ങാന്ന്. അപ്പം നമ്മൾ ഇന്ന് വൈകുന്നേരം ഒരു ചെറിയ കേക്ക് കട്ടിങ്ങും പരിപാടികളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മളെല്ലാരും ഇവിടെ ഉണ്ട്. ബർത്ത്ഡേ ഗേൾ ഇവിടെ നിക്കണു. ഞോനിക്ക് 10 വയസ്സായിട്ടാ. രണ്ടക്കം തികഞ്ഞിരിക്കയാണ്. ഇനിയിപ്പോ എന്താ പറയാ, എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഇനിയിപ്പോ 3 വർഷം കഴിയുമ്പോ ടീനേജ് ആകും, 18 years ആകും. തൊട്ട് പിന്നാലെ തന്നെ എസ് സി ഉണ്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നു. എസിയുടെ ബർത്ത്ഡേ ജൂണിലാണ്, അടുത്ത മാസമാണ്. അധികം ദിവസമൊന്നുമില്ല, ജൂൺ 22-ാം തീയതിക്ക്. അപ്പൊ എസിക്ക് എത്രയാ വയസ്സ്? എസി 8 years ആണ് ആവാൻ പോണ്. താങ്കളുടെ കുട്ടിയുടെ 10ാം പിറന്നാൾ പ്രമാണിച്ചിട്ട് താങ്കൾക്ക് വല്ല ഉപദേശങ്ങളും കൊടുക്കണ്ടോ? ഞാൻ എല്ലാ ദിവസവും ഉപദേശം കൊടുക്കാറുണ്ട്. ഉണ്ടോ? ഞാൻ തനിക്ക് എല്ലാ ദിവസവും ഉപദേശം ആരുണ്ടോ? എല്ലാ ദിവസവും രാവിലെയും കിടക്കുമ്പോഴും ഞാൻ ഉപദേശിക്കാറുണ്ട്. 3 പേര്. എന്നിട്ട് ആരും നന്നാവണില്ലല്ലോ. എല്ലാരും നന്നായിട്ട് തന്നെ. ആരോട് ഞാൻ ചോദിച്ചു നോക്കാം. കഴിഞ്ഞ ദിവസം PTM-ന് പോയപ്പോ ചോദിച്ചു നോക്കിയേ, എന്താ പറഞ്ഞത്? നല്ല ക്ലാസ്സിൽ വളരെ ക്വയറ്റ് ആയിട്ട് പഠിച്ച് ആൻസർ പറയുന്ന നീറ്റ് ഹാൻഡ് റൈറ്റിംഗ് 3 പേരെ കുറിച്ചും. അത് ഞാൻ പഠിപ്പിച്ചിട്ടല്ലേ? ആര് പഠിപ്പിച്ചു? ഞാൻ പഠിപ്പിക്കുന്നു. നിങ്ങളെ 3 പേരെ ഞാനാ പഠിപ്പിക്കുന്നത്. ടീച്ചർ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞില്ലേ, നല്ല ക്ലാസ്സിൽ നല്ല ഗുഡ്ഡുകളാണ്, നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണ്. എസിക്കെല്ലാം പറയണ്ടോ ഞോഞ്ഞിയുടെ ബർത്ത്ഡേ ആയിട്ട്? എന്താ പറയാ? ഗിഫ്റ്റുകളുണ്ട്. പിന്നെ ഒരു ഹാപ്പി ബർത്ത്ഡേ പറയടോ. അച്ഛൻ എന്താ പറയാ? ഞോഞ്ഞിക്ക് ഒരു ഹാപ്പി ബർത്ത്ഡേ പറയടോ. Oh, hi Kunyuni, what's up man? Hi man, how are you? Welcome man. Happy birthday gift. Oh, നക്ഷത്രരാ. എനിക്കൊന്നുമില്ലടാ. എനിക്കെന്തേലും കേട്ടോ? Man, tomorrow also you will give gift? Only today? Happy birthday to you. Happy birthday to birthday. Happy birthday. Oh, Mabruk. Thank you, thank you. Happy birthday to you. Hey, blow ye, candle blow ye, candle blow ye. No, I blow it. Happy birthday to me. Happy birthday. Happy birthday to you. Okay. ആദ്യം കുറച്ച് ജോലിക്ക് കൊടുക്ക. കുഞ്ഞുണ്ണി അച്ഛൻ ഭാവിനെ കാണാല്ല. കുഞ്ഞുണ്ണി കുറച്ച് ജോലിക്ക് എടുത്തോളൂ. ഭാവിനെ കാണാല്ല നിങ്ങളുടെ. കുഞ്ഞത് ഇപ്പൊ തന്നെ തുറക്കണോ? നിർബന്ധ? എന്നാ പെട്ടെന്ന് തുറക്ക്, എന്നിട്ട് പോവാം. So first there is എന്താ സാധനം? എന്താ എഴുതിണ്ടല്ലോ? ഓ, ബപ്പിയുടെ വക എന്താ എഴുതിയിരിക്കണെന്ന് ഞാൻ നോക്കട്ടെ. ഫ്രം ഭവനി ആൻഡ് ആര്യൻ ടു ഞോഞ്ഞി. അതെന്താ ടു ഞോഞ്ഞി? ഭവനി ആൻഡ് ആര്യൻ എഴുതിയിട്ട് പിന്നെ നക്ഷത്രമല്ലേ എഴുതുന്നുണ്ട്. അപ്പൊ എന്താ ഞോഞ്ഞി വന്ന്? ഹാപ്പി ബർത്ത്ഡേ ഞോഞ്ഞി ആൻഡ് ഹാവ് എ ജോയ്ഫുൾ ഇയർ ഹെഡ്. പൊരിച്ച് എന്താ സാധനം അത്? അല്ല, അതിന്റെ ഉള്ളിൽ എന്താ? എന്ത് സാധന? ബാഗ് കളർ ചെയ്യണതാ? ഒരു ബാഗ് ഉണ്ട്, അതിലെ കളർ ചെയ്യണ കളറിംഗ് സെറ്റ്. ഓക്കെ, പിന്നെന്താ? അതെന്താ? ഓ, എടുക്ക നോക്കട്ടെ. സ്കേർട്ടാ? സ്കേർട്ടല്ല, ഫ്രോക്ക്. ഓഹോ,
അങ്ങനെ കേക്ക് കട്ടിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങി. ഹാപ്പി ഞോഞ്ഞി. ഡോ താനെ എവിടേക്കാ? മുണ്ടയോ? അതാ ഇനി നമുക്ക് പോയിട്ട് ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കണം കേട്ടോ. സമയമാണെങ്കിൽ 9:30 കഴിഞ്ഞു. ബെല്ല കിടക്കണ ഒരൊറ്റ കിടത്ത് ഒറ്റ അടിക്ക് എല്ലാം കൂടെ റെഡിയാവും. ഒരൊറ്റ അടി മതി 5 പേർ കേട്ടോ. പറയില്ല പറയാണെങ്കിൽ ഞോഞ്ഞോട് പറയും. അതൊന്നും പറയുന്നില്ല. കഴിയുന്നില്ല. എന്ത് സീക്രട്ട് എന്താ നിങ്ങൾക്ക്? സീക്രട്ടുകൾ പാടില്ല. ആര് പാടും? ഞാൻ പാടും. എന്നാ പാടും. ഏത് പാട്ട്? സോണി. റെഡി 1 2 3 സ്റ്റാർട്ട്. പാടാൻ ഞങ്ങളുടെ കണ്ണന് ഇവിടെ കളകള കരിയുടെ കണ്ണന് നമസ്കാരം നോക്കുന്നുണ്ട്. ഞാൻ കൈ കൊണ്ട് തുറക്കാം. ആരെല്ലാരും കൂടി ഇവര് ആരെ പറയുന്നത് അറിയാമോ? അത് സെയിം തന്നെ. പക്ഷെ അത് കോക്കനട്ട് ഇത്ര കുറവാന്നേ ഉള്ളൂ. ഗ്രേവി കൂട്ടി കഴിക്കുക. Okay guys, see you. Bye Bapi. Where is that man? Man, see you. Good night. Bye. കേറിക്കോളാം വേഗം കേറ്. ഓപ്പൺ വണ്ടി. അങ്ങനെ ഇന്നലെ രാത്രിയിലെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ വന്ന് കിടന്ന് ഉറങ്ങിയിട്ടാ. ഞോഞ്ഞി പിറന്നാളിന് എപ്പോഴും അവൾക്ക് സർപ്രൈസുകൾ വേണമെന്നാണ് പറയാറ്. ഇപ്രാവശ്യം നമ്മൾ എല്ലാ വർഷവും നമ്മൾ സർപ്രൈസ് കൊടുക്കാറുണ്ട്. ഇപ്രാവശ്യം സർപ്രൈസിനുള്ള ഒരു ഓപ്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മുടെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ വീഡിയോ എന്ന് പറയണ്ടായിരുന്ന അവളുടെ ബർത്ത്ഡേക്കുള്ള പർച്ചേസ് ആയിരുന്നു. അപ്പം കുട്ടി ഇതുവരെ വിചാരിച്ചിരിക്കുന്നത് പർച്ചേസ് എല്ലാം കഴിഞ്ഞു, ഗിഫ്റ്റുകളെല്ലാം കഴിഞ്ഞു എന്നാണ്. പക്ഷെ നമ്മൾ ഇന്ന് ചെറിയൊരു സർപ്രൈസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് അവളെ പോയി വിളിക്കാം. കിടന്ന് നല്ല ഉറക്കാണ്. എസ്സി ഉറക്കൊക്കെ കഴിഞ്ഞതാ. ആദ്യം അവിടെ എനിക്ക് വന്നിരിക്കണ്ട കേട്ടാ. ഞൂഞ്ഞി എവിടെ? എവിടെ? എന്താ വരാത്ത? ഹാപ്പി ബർത്ത്ഡേ ഞോഞ്ഞോ. എന്താടി ഒരു ഹാപ്പി അല്ലാത്ത? ഞോഞ്ഞേ ഓ ഞോഞ്ഞേ, ഒരു ഹാപ്പി ഇല്ലല്ലോ തന്നെ മുഖത്ത്. ഉറക്കത്തിന് എനിക്ക് വന്നായിരുന്ന കേക്ക് കട്ടിയണ്ടേ? താനല്ലേ സർപ്രൈസ് വേണമെന്ന് പറഞ്ഞേ. അങ്ങനെ ഇതാ ഞോഞ്ഞി 10ാം വയസ്സിന്റെ 2ാമത്തെ കേക്ക് കട്ട് ചെയ്യാൻ പോകുന്നു. എസ്തർല കാൻഡിൽ കത്തിച്ചിരിക്കുകയാണ്. അതാ വരുന്നു. ഹാപ്പി ബർത്ത്ഡേ. മേക്ക് എ വിഷ്. ഓക്കെ, മേക്ക് എ വിഷ്. ഞോഞ്ഞി വിഷ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഓക്കെ, ബ്ലോ ദ കാൻഡിൽ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ഡിയർ ഞോഞ്ഞി. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഓ എസ് ഞോഞ്ഞി കൊടുക്ക. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കയ്യിൽ ഇങ്ങനെ ആക്കിട്ട് കൊടുത്താൽ മതി. അങ്ങനെ കൊടുത്താൽ മതി. ഞാനൊന്നും കൊടുക്കട്ടെ, ഞാൻ തന്നില്ല. എന്നാ എന്താ വിഷയത്? ഉറങ്ങിയത്? പിന്നെന്താ?
എന്താണെന്ന് പറയേ. താനിപ്പോഴല്ലേ കണ്ണടച്ചിരുന്നേ? അപ്പൊ ഇന്ന് ഉറങ്ങുക വിഷ് ചെയ്തില്ല? എന്ത് മറക്ക്? എസ് സി ഗിഫ്റ്റ് എല്ലാം കൊടുക്കണ്ട. എന്നാ എസ് സി അച്ഛനും കൂടിയിട്ടൊരു ഗിഫ്റ്റ് കൊടുക്കും എനിക്ക്. കൊടുക്ക. ഓക്കെ. അതാ അച്ഛനും എസ് സിയും സർപ്രൈസ് കൊണ്ടുവന്നിരിക്കുന്നു. എന്താണ്? വേഗം വേഗം. എന്തുടാ ഘനഗംഭീരം സർപ്രൈസുകളാണല്ലോ. എന്തൊക്കെയാ എഴുതിയിരിക്കുന്നത്? ഇങ്ങോട്ട് ഇരിക്കേ, ഞാൻ നോക്കട്ടെ. എന്താ? ഹാപ്പി ബർത്ത്ഡേ മിസ്റ്റർ മാനിയോ? ഇതാരടാ? കേസിടാ കേസിയാ? ഏതാടി മിസ്റ്റർ മാനി? നോക്കട്ടെ. ഞാൻ അച്ഛനെ കാണിച്ചേ. അത് താഴ്ത്തി പിടിക്കേ. അത് താഴത്തെ സ്റ്റിക്കർ, താഴത്തെ സ്റ്റിക്കർ കവർ ചെയ്തിരിക്കുന്നത്. ഹാപ്പി ബർത്ത്ഡേ മാനിയോ? താഴെ മാനിയ ഞോഞ്ഞിയ ആരാ വരച്ചിരിക്കണ? പ്രിൻസസ് ഞോഞ്ഞി. തന്നെ ആർട്ടിസ്റ്റ് കേശവനാണല്ലോടോ. അങ്ങനെ അപ്പോൾ അതൊക്കെയായിരുന്നു വിശേഷങ്ങൾ. ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ സിസ്റ്റർ, ഐ ലവ് യു സോ മച്ച്. അങ്ങനെ എന്നാ നിർത്താൻ വീഡിയോ. അപ്പൊ ഞാൻ എല്ലാരും സ്കൂളിൽ പോവാൻ റെഡി ആയിക്കോ. നീ ഗിഫ്റ്റ് കൊടുക്കണ്ട? എന്താ എന്താ വിഷ് ചെയ്ത സാധനം? എന്നാ എസ് സി എടുത്ത് കൊടുക്ക. എസ് സി എടുത്ത് കൊടുക്ക. വേണ്ട, എസ് സി എടുത്ത് കൊടുത്തോളോ. ചെക്ക് ചെയ്യാന്ന് വേണ്ട. എവിടക്കാ ഈ വേഗം എവിടെങ്കിലും കണ്ടുവരുന്നുണ്ടോ? എവിടെയാ? എന്നിട്ട് അതിന്റെ ഉള്ളിലെന്താ? അറിയില്ലേ? ഓ എന്തൊരു നമ്പർ. എനിക്ക് മൂത്തിട്ടില്ലല്ലോ. നോക്കട്ടെ. അത് ഞമ്മടെ ഫോണാ? തന്നെ പറ്റിക്കാൻ വേണ്ടിട്ടിരിക്ക. അതൊക്കെ അറിയാല്ലേ? തിരിച്ചേ. ഓ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ ഉണ്ടല്ലോ. ഹാപ്പി. ആ ഫോണെടുത്ത് കളിക്കാൻ പറ്റില്ലേ? ആവശ്യമുള്ളപ്പോ മാത്രം ഉപയോഗിക്കാനുള്ളതാ. ഓക്കെ. പാസ്വേഡ് എന്തിനാ? തനിക്ക് കളിക്കാനാ? ഞാനും പറഞ്ഞിരുന്നില്ല. പാസ്വേഡ് ഇല്ല, അത് നോക്കാൻ വേണ്ടി മാത്രാണ് ഫോൺ. ാണ് ഗിഫ്റ്റ് നടന്നിരിക്കണേ. ചിന്തിക്കാൻ പറ്റുവോ? അല്ല സിയ? അങ്ങനെ എന്നാ പിന്നെ സ്കൂളിൽ പോകാൻ റെഡി ആയിക്കോ. റെഡി ഗെറ്റ് റെഡി. അങ്ങനെ രാവിലത്തെ എല്ലാ അംഗങ്ങൾക്കും ശേഷം ഇതാ സ്കൂളിൽ പോകാൻ റെഡി ആയിരിക്കാണ് എല്ലാവരും. ഓൾ സെറ്റ്. ഞോനിക്കുന്ന കളർ ഡ്രസ്സാണ്. യൂണിഫോമിന്റെ ആവശ്യമില്ല, ബർത്ത്ഡേ ഗേളായത് കാരണം. ചോക്ലേറ്റ് ഒക്കെ എടുത്ത ഞോഞ്ഞ്? സ്കൂളിലേക്ക് എല്ലാവർക്കും ചോക്ലേറ്റ് കൊണ്ടുപോകണ്ട്. തകർക്കോ സ്കൂളിൽ പോയിട്ട്? എന്താ തകർക്ക? എങ്ങനെയാ തകർക്ക? ഓ അസംബ്ലിയില് കാണിക്കല്ലേ? എങ്ങനെ തന്നെ നിർത്തിയിട്ട് കാണിക്ക? ഓഹോ തന്നെ ചോദിച്ചാണല്ലോ. അപ്പൊ നമ്മൾ പറയോ തന്റെ സിസ്റ്ററാന്ന്? അതെന്താ? അതെന്താ ഇഷ്ടല്ലാത്ത? അപ്പൊ തന്റെ ബർത്ത്ഡേ വരില്ലേ? അപ്പൊ ഞോഞ്ഞിയും പറയില്ലേ? എന്താ പറഞ്ഞേ? See you, Esterla. അച്ഛേ ബൈ. ഞോഞ്ഞി ബൈ. ഇന്ന് തകർക്കുക ക്ലാസ്സിൽ പോയിട്ട്. ബൈ. See you. Come back, Archu. Come inside. Hi, birthday girl. Hi. Welcome, girl. Thank you. എങ്ങനെ ഉണ്ടായിരുന്നോ ഒന്ന്? Good. എല്ലാവർക്കും എല്ലാ സാധനങ്ങളും കൊടുത്തോ? എല്ലാ സാധനം, എല്ലാ ചോക്ലേറ്റ് ഒക്കെ കൊടുത്തോ? Yes. എല്ലാരും എന്താ പറഞ്ഞേ? Happy birthday. എല്ലാവർക്കും കൊടുത്തോ? ചോക്ലേറ്റ് ഒന്നും ബാക്കിയില്ലേ? ഉണ്ടോ? ബാക്കിയുണ്ടോ? കുറച്ച് എന്തു പറ്റി?
അതെന്താണ് ഒരു ജോനിക്ക് അസംബ്ലിയിൽ നിക്കാൻ പറ്റിയില്ല. സ്കിറ്റിന്റെ പ്രാക്ടീസിന് പോയിന്ന്. അയ്യോ അല്ല, ആരും ജോനിനെ കണ്ടില്ലല്ലോ. ആര്? അപ്പൊ ആദ്യത്തെ പീരീഡ് ഉണ്ടായിരുന്നില്ല താൻ? അസംബ്ലി മാത്രം ഓക്കെ. എന്താണോ എസിയ ഒരനക്കൂലല്ലോ തന്നെ? ഞാൻ തന്നെ സ്കൂളിൽ നിന്നൊക്കെ എടുക്കാൻ വന്നില്ലോ. വീട്ടിലെത്താൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. എന്തിനാ അങ്ങണ്ടാക്കാനാ? ഇവിടെ പോവാ. എവിടേക്കാണ്? ഇന്നെന്താ പരിപാടി കൂടി പറയേ? കിഡ്സ് എന്ന് പറഞ്ഞാൽ തന്റെ ഫ്രണ്ട്സ് അല്ലേ വരുന്നേ? അതെ. അപ്പോൾ ഇന്ന് ഞോഞ്ഞിയുടെ പിറന്നാളിനോടനുബന്ധിച്ച് ഞോഞ്ഞിയുടെ ഫ്രണ്ട്സിനെയൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം കിഡ്സ് പാർട്ടിയാണ് ഇന്ന് വീട്ടില് വൈകുന്നേരം. കിഡ്സ് പാർട്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ കേക്ക് വാങ്ങാൻ വന്നിരിക്കുകയാണ് കേട്ടോ. കേക്ക് നമ്മൾ ഓൾറെഡി ഓർഡർ ചെയ്തിട്ടുണ്ട്. പോയി വാങ്ങാം നമുക്ക്. ഓ, ഞോഞ്ഞിയുടെ കേക്ക് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഞോഞ്ഞി പറഞ്ഞ കേക്ക്. എന്താ ഞോഞ്ഞി കേക്ക് ഏതാണ്? മാനി. എന്താ എന്റെ ഫുൾ നെയിം? മാനി ഹെഫല്ലിയോ? मैनी हेफेली। मैनी फ्रैंक। मैं ये पहले बार सुन रहा हूँ। मैनी है मैनी। चलो अच्छा है। क्या लिखा है? हैप्पी बर्थडे नक्षत्र 10। ओके। നമ്മടൊപ്പം ഇന്ന് കിഡ്സ് പാർട്ടിയുടെ വിഭവങ്ങള്. താങ്ക് യു. നമ്മടൊപ്പം പിള്ളേർക്കുള്ള വിഭവങ്ങൾ വാങ്ങിയിരിക്കണത് പാപ്പ ജോൺസ് കേട്ടോ. എന്തൊക്കെയുള്ളതില്? പിസയും സ്റ്റാർട്ടേഴ്സ് 3 ഐറ്റം പറഞ്ഞിട്ടുണ്ട്. പുതിയൊരു ഐറ്റം ഇൻട്രൊഡ്യൂസ്. പെപ്പറോണി റോള് വാങ്ങിയിട്ടുണ്ട്. പിന്നെ പിസ വാങ്ങിയിട്ടുണ്ട്. പിന്നെ പെപ്സിയും കാര്യങ്ങളൊക്കെ വീട്ടിൽ നമ്മൾ ഓൾറെഡി വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കിഡ്സ് പാർട്ടി മെനു ആസ് പെർ ഞോഞ്ഞീസ് റിക്വയർമെന്റ് അല്ലേ? ഹാപ്പി? അപ്പൊ ഞാൻ വീട്ടിൽ പോവാം. കുഞ്ഞുണ്ണി ഇപ്പുറത്തേക്ക്. എല്ലാവരും വന്നോ? അച്ഛനമ്മ വന്നോ? ഞോഞ്ഞി എവിടെ വന്നിട്ട്? എല്ലാരും കഴിഞ്ഞോ? ഉള്ളിലാരെങ്കിലും ബാക്കിയുണ്ടോ? ഓ, അവരവിടെ കളിക്കല്ലേ? അങ്ങനെ ഒരു ഗംഭീര അംഗത്തിന് ശേഷം ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിച്ചിരിക്കട്ടാ. എല്ലാവരും ഓരോരുത്തരുടെ വീട്ടിൽ കയറി പോയി. സമയം
10:30 ഘനഗംഭീരം പരിപാടിയായിരുന്നു. തകർപ്പും കൂവലും ഇതൊക്കെ ആയിട്ടൊരു 3 മണിക്കൂർ. എങ്ങനെ ഉണ്ടായിരുന്നോ ഇന്നത്തെ തന്റെ ദിവസം? നല്ലതെന്ന് പറഞ്ഞ എങ്ങനെ? തകർത്താ? ശശിയ എങ്ങനെ ഉണ്ടായിരുന്നു ഞോഞ്ഞിയുടെ പോയിട്ട്? എൻജോയ്? അച്ഛേ എങ്ങനെ ഉണ്ടായിരുന്നു? ഞോനിക്ക് വന്ന പിള്ളേരൊക്കെ ഒരുപാട് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഈ സോഫ മുഴുവൻ ഞോനിക്കുള്ള ഗിഫ്റ്റുകളാണ്. ഇനി ഇതിപ്പോ നമുക്കൊന്ന് അൺബോക്സ് ചെയ്യണം. അതും കൂടി കഴിഞ്ഞിട്ട് വേണം കിടന്നുറങ്ങാൻ. സമയം 10:30 മണിയായി. നാളെ ആണെങ്കിൽ സ്കൂളും ഉണ്ട്. അപ്പോൾ ഇതോടുകൂടി നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കല്ലേ? ഇവിടുത്തെ ഞോഞ്ഞിയുടെ 10th ബർത്ത്ഡേ അങ്ങനെ നമ്മൾ ആഘോഷിച്ചു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.